ഹായ് ഓൾ എല്ലാ സുഹൃത്തുക്കൾക്കും വർക്ക്ഷോപ്പ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഗ്ലാസ് കട്ട് ചെയ്യുന്നൊരു ട്യൂട്ടോറിയലായിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ യൂസ്ലെസ് ആയിട്ട് കിടക്കുന്ന ഗ്ലാസ്സുകളൊക്കെ ആരുടെ വീട്ടിലായാലും ഉണ്ടാകും. അപ്പോൾ ആ ഗ്ലാസ്സുകളൊക്കെ നമുക്ക് നല്ല ഭംഗിയിലൊക്കെ കട്ട് ചെയ്ത് നമുക്ക് തന്നെ സ്വന്തമായിട്ട് കട്ട് ചെയ്തെടുത്ത് പല രീതിയിലുള്ള അക്വറിയോ ഫോട്ടോ ഫ്രെയിമുകളും കാര്യങ്ങളൊക്കെ ആക്കി മാറ്റി അത് യൂസ്ഫുൾ ആക്കാൻ പറ്റിയ ഒരു അടിപൊളി വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗ്ലാസ് കട്ടിംഗ് ഒക്കെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാവുള്ളൂ. ചെറിയൊരു കട്ടർ ടൂൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. കൂടാതെ നമ്മൾ വളരെ സിമ്പിളാണെന്ന് പറയുന്നെങ്കിലും ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വളരെ സേഫായിട്ടും തന്നെ ഉപയോഗിക്കുക. ഇതാരും ചെയ്യരുതെന്ന് ഞാൻ പറയില്ല, കാരണം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. പക്ഷേ വളരെ സേഫ്റ്റിയൊക്കെ നോക്കിയിട്ട് വളരെ സേഫായിട്ട് മാത്രം ചെയ്യുക. കുട്ടികളാരും ഇത് ട്രൈ ചെയ്യാനും പാടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അടിപൊളി ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ നേരെ വീഡിയോയിൽ പോവാം. അതിന് തന്നെ നമ്മൾ ഗ്ലാസ് കട്ടിന് കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് നമ്മൾക്ക് ലോക്കൽ മാർക്കറ്റുകളിൽ ഹാർഡ്വെയർ ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അതല്ലെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങിക്കാം. അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന കട്ടർ ഫ്രണ്ടിൽ ഒരു വീല് പോലെ റോൾ ചെയ്യുന്ന റോളറുള്ള ടൈപ്പ് കട്ടറാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതല്ലാതെ ഫ്രണ്ടിൽ ഒരു പോയിന്റ് ഒരു മൊന പോലെ ഒരു ഐറ്റമുള്ള കട്ടറും അവൈലബിൾ ആണ്. പക്ഷേ എപ്പോഴും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാനും അതല്ലാതെ തന്നെ ബിഗിനേഴ്സിനൊക്കെ ഉപയോഗിക്കാനും പറ്റിയ രീതിയിലുള്ള കട്ടർ ഇതുപോലെ റോളറുള്ള കട്ടർ തന്നെയാണ്. കൂടാതെ അതിൻ്റെ ബോഡിയുടെ ഉള്ളിൽ നമ്മൾ ബാക്കിൽ ഒരു ക്യാപ്പ് തുറന്നു കഴിഞ്ഞാൽ അതിൽ മണ്ണെണ്ണ നിറയ്ക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. മണ്ണെണ്ണ കെറോസിൻ, അതായത് കത്തിക്കാനൊക്കെ ഉപയോഗിക്കുന്ന അതേ മണ്ണെണ്ണ തന്നെ. അപ്പോൾ ഈ മണ്ണെണ്ണ നിറക്കുന്നത് നമ്മൾ ഈ കട്ടറിൻ്റെ ലൈഫിന് വേണ്ടിയാണ്. കൂടുതൽ കാലം ഉപയോഗിക്കാൻ വേണ്ടിയാണ് മണ്ണെണ്ണ നിറക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് കട്ടറിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്ന ഒരു നീഡിൽ ഉപയോഗിച്ച് അതിൻ്റെ അകത്തേക്ക് മണ്ണെണ്ണ നിറച്ച് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ ആവശ്യമുള്ള ഗ്ലാസ് എടുത്ത് അതിൽ മാർക്കിംഗ് എല്ലാം, അതായത് എത്ര അളവിലൊക്കെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിലുള്ള മാർക്കിംഗ് എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മാർക്ക് ചെയ്ത ശേഷം നമ്മൾ കട്ട് ചെയ്യാനുള്ള ഏരിയയിൽ കുറച്ചുകൂടി മണ്ണെണ്ണ വീഡിയോ കാണുന്ന പോലെ ആഡ് ചെയ്ത് കൊടുക്കണം. അടുത്തതായിട്ട് നമ്മുടെ കട്ടർ ഉപയോഗിച്ച് നമ്മൾ റെഡിയാക്കിയ മാർക്കിങ്ങിൻ്റെ മുകളിലൂടെ ശരിക്കും കട്ടറിൻ്റെ റോളർ ഗ്ലാസ്സിൽ അമർന്നിരിക്കുന്ന രീതിയിൽ അമർത്തി പിടിച്ച് ഒരു പേന വെച്ച് വരക്കുന്നത് പോലെ തന്നെ കട്ടർ ഉപയോഗിച്ച് ഒരു വരച്ചു കൊടുക്കുക. അപ്പോൾ കട്ടർ ഉപയോഗിച്ച് വരക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കട്ടറിൻ്റെ റോളർ തന്നെയാണ് ഗ്ലാസ്സുമ്മേ വരയുന്നത് എന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ കട്ടർ ഉപയോഗിച്ച് ഒരു പ്രാവശ്യം നമ്മൾ വരച്ച ശേഷം ഇതിപ്പോൾ വീഡിയോ കാണുന്നത് പോലെ എന്തെങ്കിലും ഒരു പീസ് ഗ്ലാസിൻ്റെ അടിയിൽ വെച്ച് സിമ്പിളായിട്ട് നമുക്ക് ഗ്ലാസ് ഒടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഈ ഗ്ലാസ് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ സേഫ്റ്റി ഒന്നും ഉപയോഗിക്കാതെ ചെയ്യരുത്. കാരണം ഇത് കുറച്ച് പഴയ ഗ്ലാസ് ആണെങ്കിൽ, അതായത് കുറേ നാൾ വെയിലത്ത് മഴത്ത് കിടന്ന ഗ്ലാസ്സുകളൊക്കെ ആണെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് തന്നെ മുറിയണമെന്നില്ല, വേറെ രീതിയിലൊക്കെ കട്ടായി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കൈക്കൊക്കെ അപകടകരമായ മുറിവുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഗ്ലൗസുകളൊക്കെ ഉപയോഗിച്ചിട്ട് എപ്പോഴും ഗ്ലാസ് കട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗ്ലാസ് കട്ടിങ് വീഡിയോ എല്ലാ സുഹൃത്തുക്കളും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്ക്. വീഡിയോയുടെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും നോക്കണ്ട, നേരെ ഡിസ്ലൈക്ക് ചെയ്യാം. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതെല്ലാം കമൻറ്റായി രേഖപ്പെടുത്തി എന്നെ അറിയിക്കണം. അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച അടിപൊളിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി നമ്മളിവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.